കലൂരിൽ കഴിഞ്ഞ ദിവസം മുടിമുറിച്ച് നടത്തിയ പ്രതിഷേധത്തിനെതിരെ സ്ഥലമുടമ രംഗത്ത്. കാന കയ്യേറിയിട്ടില്ല എന്നും നിലവിലെ നിർമ്മാണം കോടതി ഉത്തരവിനനുസരിച്ചാണെന്നും സ്ഥലമുടമ തോമസ് ജേക്കബ് വ്യക്തമാക്കി. കലൂർ സീനത്തോട് മേലിങ്കത്ത് ലൈനിൽ നടന്ന പ്രതിഷേധം സ്വാർത്ഥ താൽപര്യത്തിന്റെ പുറത്ത് ആസൂത്രണം ചെയ്തതാണെന്നാണ് സ്ഥലമുടമകൾ വിശദീകരിക്കുന്നത്. ആൾ കഴിഞ്ഞ മെയ് 25-നാണ് ഈ പ്രോപ്പർട്ടി വാങ്ങിച്ചത്. അത് വളരെ വില കുറഞ്ഞ 50 ലക്ഷം രൂപയ്ക്കാണ് ആൾ 3 നില വീട് അവിടെ വാങ്ങിച്ചത്. കാര്യം വാഹന ഗതാഗത യോഗ്യമില്ലാത്ത റോഡ് ആയതുകൊണ്ട് പ്രോപ്പർട്ടി അത്രയും വില കുറഞ്ഞാണ് കിട്ടിയത്. ആ മെയ് 25-ന് ആൾ വീട് വാങ്ങിച്ചു. ജൂലൈ 25-ന് ഇത് പൊളിപ്പിച്ചു, ആൾക്ക് കാറകത്ത് കയറ്റാൻ വേണ്ടി. അന്നേരം മുതൽ ഇവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. സ്വകാര്യ വ്യക്തി കാനയ്ക്ക് മുകളിൽ കയ്യേറ്റം നടത്തിയെന്ന ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണെന്നാണ് സ്ഥലമുടമയുടെ നിലപാട്. വർഷങ്ങളായി സ്വന്തം സ്ഥലത്തുള്ള കാന വെള്ളപ്പൊക്കം ഒഴിവാക്കാനുള്ള ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിന്റെ ഭാഗമായി കോർപ്പറേഷൻ നവീകരിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ചില സ്വകാര്യ വ്യക്തികൾ അവരുടെ സ്വാർത്ഥ താൽപര്യത്തിനായി പരാതിയുമായി മുന്നോട്ട് വരികയായിരുന്നുവെന്ന് തോമസ് ജേക്കബിന്റെ മകൾ സുധാ തോമസ് പറയുന്നു. വൃദ്ധരായ മാതാപിതാക്കൾ ഇതിന്റെ പേരിൽ പല ഭീഷണികളും നേരിടുന്നുണ്ട്. 28 വീടുകളുടെ അകത്തക്കൂടെയാണ് ഈ കാണാൻ പോകുന്നത്. 2020-ലാണ് കോർപ്പറേഷൻ ഈ ഫ്ലഡ് വന്നപ്പോഴത്തേക്ക് അത് കാണ വലുതാക്കണം, പ്രോപ്പർട്ടിക്കകത്തുള്ളവർക്ക് പ്രോപ്പർട്ടി അവരുടെ പ്രോപ്പർട്ടി തന്നെയാണ്, പക്ഷെ ക്ലീനിങ് മാത്രം കോർപ്പറേഷന് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞ് ഒരിത് വന്നത്. ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ്റെ കോർട്ട് ഓർഡർ കിടപ്പുണ്ട്. പ്രോപ്പർട്ടിയിൽ ഒന്നും ചെയ്യാൻ പാടില്ല, കാണ ക്ലീൻ ചെയ്യാൻ മാത്രമേ കോർപ്പറേഷന് അധികാരമുള്ളൂ എന്നും പറഞ്ഞ് അത് വെച്ച് 2020 ഇവർ കാണ വലുതാക്കി. നമ്മളത് അലൗ ചെയ്തു. നമ്മുടെ ഒരു തെങ്ങും വെട്ടിക്കളഞ്ഞിട്ടാണ് നമ്മുടെ കൊണ്ടായിരുന്ന കാണ വലുതാക്കാൻ കോർപ്പറേഷൻ വന്ന് എടുത്തത്. അത് കഴിഞ്ഞ് ഇതങ്ങനെ പോയി. അത് കഴിഞ്ഞ് 8-ാം തീയതി രാവിലെ ഇവർ അച്ഛനും അമ്മയ്ക്കും പ്രായമുള്ളവരാണ്, സീനിയർ സിറ്റിസൺസ് ആണ്. അവർ വെളിയിൽ പോയ സമയം നോക്കി കോർപ്പറേഷനും പോലീസുകാരും കൂടി വന്നിട്ട് കോർട്ട് ഓർഡർ ഉണ്ടെന്നും പറഞ്ഞ് നമ്മുടെ 45 വർഷമുള്ള മതിൽ പൊളിപ്പിച്ച് കളഞ്ഞു. മതിൽ പൊളിപ്പിച്ച് കഴിയുമ്പോൾ അച്ഛൻ കോർട്ട് ഓർഡർ കാണിക്കാൻ പറയുമ്പം അന്നത്തെ SHO പറഞ്ഞത് ജയിലിൽ കൊണ്ടിടും, മിണ്ടാതിരുന്നാൽ മതി, അവിടെ അത് കാണാൻ പൊളിപ്പിക്കുക. നമ്മുടെ ഇതിൽ നിന്ന വിഷ്വൽസ് എല്ലാം ഉണ്ട്. അഭിഭാഷക കമ്മീഷന്റെ തെളിവെടുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ നിർമ്മാണം നടത്തിയത്. മതിൽ പൊളിച്ചതിന് കോർപ്പറേഷനെതിരെയും നിയമ നടപടി തുടരുകയാണെന്നും ഇവർ പറഞ്ഞു. അപ്പോൾ കോർട്ടിന് ഇത് മനസ്സിലായിട്ടാണ് അഡ്വക്കേറ്റ് കമ്മീഷനെ വെച്ചു ഇത് കെട്ടിക്കാൻ. കാര്യം നമ്മളെ കൊണ്ട് ഇത് സാധിക്കില്ല, ഒറ്റയ്ക്ക് ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അഡ്വക്കേറ്റ് കമ്മീഷനെ വെച്ചിട്ട് 3 വട്ടമാണ് ആൾ വന്നത്, കെട്ടാൻ സമ്മതിച്ചില്ല. അവസാനം സുപ്രീം കോർട്ടിൽ പോയി. സുപ്രീം കോർട്ടിൽ മെറിറ്റോടുകൂടി അവൻ്റെ കേസ് ഡിസ്മിസ് ചെയ്തു. മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന കലൂർ സീനത്തോടിനടുത്തുള്ള പ്രദേശത്തെ കാനയ്ക്ക് മുകളിൽ മതിൽ പണിതു എന്ന് ആരോപിച്ചാണ് കഴിഞ്ഞ ദിവസം ജനകീയ കൂട്ടായ്മ മുടിമുറിക്കൽ സമരം നടത്തിയത്. അമൃത ന്യൂസ്, കൊച്ചി.